Hello dear friends, welcome again to Easy Lessons. In this video, we will be discussing about how to delete particular nodes from Doubly linked list. And in this video, we will be discussing about how nodes are deleted from beginning and end of the linked list. So we know that a doubly linked list, the peculiarity of the doubly linked list is that in that node, the node is divided into three parts: previous pointer, next pointer, and information part. Previous pointer always points to the previous node, and next pointer points to the next node, and the information part contains the data given by the user. And in the case of first node, the previous pointer will be set as null, and in the case of last node, the next pointer will be set as null. So let us look how a node can be deleted from the beginning. ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ നോഡാണ് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ കിടക്കുന്ന നോഡ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോകണം. ഇതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെലീഷൻ, ഫസ്റ്റ് നോഡിൻ്റെ ഡെലീഷൻ ഇസ് വെരി സിമ്പിൾ. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമ്മളൊരു ടെമ്പററി സ്ട്രക്ചർ പോയിന്റിൽ എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ടെമ്പ് എന്ന് പറഞ്ഞൊരു പോയിന്ററിലേക്ക് കോപ്പി ആവും. കാരണം ഹെഡ് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്. സോ ഹെഡ് ഓൾവേസ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ്. ഓക്കെ, സോ ടെമ്പ് ഈക്വൽ ടു head. And then what we have to do, second നോഡിൻ്റെ അഡ്രസ്സ് ഇനി നമ്മുടെ ഹെഡായിട്ട് വരണം അല്ലേ? ഫസ്റ്റ് നോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ഫസ്റ്റ് നോഡായിട്ട് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹെഡ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് നെക്സ്റ്റ് നമുക്ക് പറയാം അല്ലേ? ഹെഡ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് നെക്സ്റ്റ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഒരു പോയിന്റർ കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ നോഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ നോഡിൻ്റെ പ്രീവിയസിൽ എന്തായിരുന്നു? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരുന്നു ഡെലീഷന് മുൻപ്. അപ്പോൾ അത് മാറ്റി നമ്മൾ എന്ത് വയ്ക്കണം? നൾ വയ്ക്കണം. കാരണം വി നോ ദാറ്റ് ദ ഫസ്റ്റ് നോഡ് പ്രീവിയസ് പോയിന്റർ ഇസ് ഓൾവേസ് നൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് സെറ്റ് ടെംപ് ഡോട്ട് നെക്സ്റ്റ് dot previous equal to null. That means temp contains address of first node, and what is temp dot next? Second node. Temp dot next means second node. Okay, temp dot next dot previous, that means second node in the previous pointer എന്താക്കി വെച്ചു? നള്ളാക്കി വെച്ചു. ഹെഡ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു. ഹെഡിൽ നമ്മൾ നെക്സ്റ്റ്, അതായത് ഈ നോഡിൻ്റെ ടെമ്പിൻ്റെ കയ്യിൽ നെക്സ്റ്റ് ഇൻഫർമേഷനിൽ എന്ത് എടുക്കുന്നുണ്ട്? സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റിന് എടുത്തിട്ട്, അല്ലെങ്കിൽ ഹെഡിൻ്റെ നെക്സ്റ്റിന് എടുത്തിട്ട്, ഹെഡും ടെമ്പും സെയിം ആണല്ലോ, എടുത്തിട്ട് ഹെഡിൽ നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടെമ്പിനെ ഡിഅലോക്കേറ്റ് ചെയ്യാണ്, ഫ്രീ ചെയ്യാണ്. എന്നിട്ട് മാറിയ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമ്മൾ കോളിംഗ് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യാണ്. ഇതാണ് ഡെലീഷൻ ഓഫ് ബിഗിനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഡെലീഷൻ ഫ്രം ദ എൻഡ് ചെയ്യാം. ഡെലീഷൻ ഫ്രം ദ എൻഡിൽ എന്താണ്? ലാസ്റ്റ് നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പോലെ തന്നെ, നേരത്തെ അൽഗോരിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത് ഹെഡ് നള്ളാണോ എന്നാണ്. ഹെഡ് നള്ളാണെങ്കിൽ ഡെലീഷൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. ഇവിടെ ഒരു കേസും കൂടി ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ്. What do you mean by first node containing a next pointer at its next pointer as null? Next pointer ഒരു null value ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ what does it means? That means the linked list contains only a single node. അപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്യുന്ന നോഡിൽ അതിൻ്റെ നെക്സ്റ്റിൽ ഒരു null value ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ the linked list is containing only a single node. Okay, so ആ ഒരു സിംഗിൾ നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആഫ്റ്റർ ഡിലീറ്റിംഗ് ദ സിംഗിൾ നോഡ് അവർ ലിങ്ക് ലിസ്റ്റ് ബിക്കംസ് നൾ. സോ ലെറ്റ് us see what happens. If head dot next equal to null,
then deallocate head. ഹെഡിനെ ഡിഅലോക്കേറ്റ് ചെയ്യണം. ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡിൽ എന്താ ഉള്ളത്? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഉള്ളത്. അതിനെ നമ്മൾ ഫ്രീ ആക്കുന്നു. ആൻഡ് റിട്ടേൺ നൾ വാല്യൂ. അപ്പോൾ ഹെഡ് നമ്മുടെ പിന്നെ ഒറ്റ നോഡില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹെഡ് ഈ സെറ്റ് ആസ് നൾ. അപ്പോൾ നൾ വാല്യൂ ആണ് പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സോ നൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് കോളിംഗ് ഫംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ദിസ് നൾ വാല്യൂ വിൽ ബി കോപ്പീഡ് ഓൺ ടു ദ ഹെഡ്. അപ്പോൾ നമ്മുടെ ഹെഡ് അഡ്രസ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്തായി? നള്ളായി. ഇനിയാണ് നമ്മുടെ തേർഡ് കേസ് വരുന്നത്. ദാറ്റ് മീൻസ് ദ ലിങ്ക് ലിസ്റ്റ് ഈസ് നോട്ട് നൾ. Linked list is not having a single node, but instead linked list is having so many nodes, and we want to delete the last node. So in order to delete the last node, we have to find the address of last node. Okay, and we know that the method to find the last node is setting a loop by using the condition repeat while temp dot next not equal to null. Kindly note that it is not temp not equal to null, temp dot next not equal to null. ടെമ്പിൻ്റെ നെക്സ്റ്റിൽ നള്ളിനെ കാണുന്നത് വരെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റിപ്പീറ്റ് വൈൽ temp dot next not equal to null, and inside the loop we are moving the temp pointer to the next node, temp equal to temp dot next. So each times when the loop gets executed, the temp gets changed and it gets moved on to the next node. And after moving, when it reaches the last node, what happens? The condition will be evaluated while temp dot next not equal to null. So here in the beginning, let us see the value of temp is 1000. So 1000 dot next not equal to null. 1000 dot next means 2000. So the condition is true. So temp will be moved on to the second node. Temp becomes 2000. Again, when condition is evaluated, while 2000 dot next not equal to null. So what is the value of next pointer of 2000? It is 3000. Okay. So 3000 not equal to null, condition is true. Again, the program control will enter to the loop temp equal to temp dot next. 2000 becomes 3000. And again the condition is evaluated whether 3000 dot next is 4000. It's not null. So again the loop will be executed. Temp equal to temp dot next, that is temp becomes 3000 dot next, that is 4000. And again when the condition is evaluated, 4000 dot next not equal to null. But here the condition becomes false because 4000 എന്ന് പറഞ്ഞ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താ ഉള്ളത്? നൾ വാല്യൂ ആണുള്ളത്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. ലൂപ്പ് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടി പ്രീവിയസ് എന്ന് പറഞ്ഞൊരു നോട്ട് പോയിന്ററിൽ ടെമ്പിൻ്റെ പ്രീവിയസ്, ടെമ്പ് എന്താണ്? 4000 ആണ്. 4000ൻ്റെ പ്രീവിയസ്, അതായത് 3000 എന്ന് പറഞ്ഞ വാല്യൂ ടി പ്രീവിയസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ പറയാണ് ടി പ്രീവിയസ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു നൾ. 3000ൻ്റെ നെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? നള്ള് സെറ്റ് ചെയ്യണം. ആൻഡ് ഡിഅലോക്കേറ്റ് ടെമ്പ്, ടെമ്പിനെ ഡിഅലോക്കേറ്റ് ചെയ്യണം. Okay, so here we are going to discuss a program related with a deletion from beginning and end. ആദ്യം നമുക്ക് ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം നോക്കാം. ഇവിടെ ഡബ്ലി ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമ്മൾ ട്രാവേഴ്സിങ്ങിൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഡെഫിനിഷനിൽ നം എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ പാർട്ട് കൊടുത്തു. പ്രീവിയസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ 2 പോയിന്റേഴ്സ് കൊടുത്തു. സ്ട്രക്ചർ ഡെഫിനിഷൻ ക്ലോസ് ചെയ്തു. Type def use ചെയ്ത് we are changing the name of the structure and 3 functions have been declared here: create, display and del beginning. In the case of create and display, both are void functions. They are taking only the starting address to the function definition. But in the case of del beginning, when we are calling the function, we are planning to take the starting address to the function, and after deletion the new address is being returned. So as it is a return, as there is a return value, here we have designed a function with return value. In the main function, a node has been created and memory has been allocated, and then the first node, the previous node of the first node is set as null, and then we are calling create function, and the starting address of the
linked list is, that is address of the first node is passed on to the create function. So in create function, user is being asked to enter a number, and if you want to continue, if he does not want to continue, t dot next is set as null value set ചെയ്യാണ് നെക്സ്റ്റില് നോഡിൻ്റെ കറണ്ട് നോഡിൻ്റെ. അല്ലെങ്കിൽ new node will be created and the address of the new node will be stored in the next pointer of the current node. ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്ററിൽ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് വയ്ക്കും. അറ്റ് ദ സെയിം ടൈം പുതിയ നോഡിൻ്റെ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ടി ഡോട്ട് നെക്സ്റ്റിൽ ഇപ്പോൾ എന്താ ഉള്ളത്, പുതിയ നോഡിൻ്റെ അഡ്രസ്സ്. അതിൻ്റെ പ്രീവിയസിൽ നമ്മൾ എന്ത് വയ്ക്കും, കറണ്ട് നോഡിൻ്റെ അഡ്രസ്സ്. അതായത് കറണ്ട് നോഡാണല്ലോ തൊട്ട് മുൻപത്തെ നോഡായിട്ട് വരിക. അപ്പോൾ ടി എന്ന് പറഞ്ഞ അഡ്രസ്സ് വെച്ചു. ക്രിയേറ്റ് ഓഫ് ടി ഡോട്ട് നെക്സ്റ്റ് പുതിയ നോഡിൻ്റെ അഡ്രസ്സും കൊണ്ട് ക്രിയേറ്റ് ഫംഗ്ഷനിലേക്ക് റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്തു. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ യൂസറിന് ഇനി എലമെൻറ്റ്സ് ഇല്ല, ചോയ്സ് 0 കൊടുക്കണം വരെ. അത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ വീണ്ടും മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഓഫ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് അഡ്രസ്സും കൊണ്ട് ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഡിസ്പ്ലേ ഫംഗ്ഷനിൽ നമ്മൾ ഹെഡിനെ ടി എന്ന് പറഞ്ഞൊരു വേരിയബിളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം ഫോർമുല ആർഗ്യുമെൻ്റ് ടി ആണ് വെച്ചിട്ടുള്ളത്. ടി നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഡബ്ല്യു ലിസ്റ്റ് എം ടി ആണെന്ന് പറയും. അല്ലെങ്കിൽ ടി നള്ളാവുന്നത് വരെ 1 by 1 ആയിട്ട് ടിയുടെ ഇൻഫർമേഷൻ പ്രിൻറ്റ് ചെയ്യും. ആഫ്റ്റർ പ്രിൻറ്റിങ് ദ ഇൻഫർമേഷൻ ടി ഈസ് ബീങ് മൂവ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് നോഡ് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ടി ഈക്വൽ ടു ടി ഡോട്ട് നെക്സ്റ്റ്. അത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോയി. അവിടെ നമ്മൾ ഡെൽ ബിഗിനിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഡെൽ ബിഗിനിങ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഡെൽ ബിഗിനിങ്ങിൽ എന്ത് സംഭവിക്കും, അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ടെമ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ പോയിന്റ് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്തു നമ്മുടെ ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എം ടി ആണ്, ഡെലീഷൻ പോസിബിൾ അല്ലല്ലോ. അത് കഴിഞ്ഞാൽ സിംഗിൾ നോഡാണോ എന്ന് ചെക്ക് ചെയ്തു. സിംഗിൾ നോഡാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോഡിനെ ഫ്രീ ചെയ്തു. ഇനി അതൊന്നും അല്ലെങ്കിൽ മോർ നോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെമ്പിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചു. ടെം ഡോട്ട് നെക്സ്റ്റ്, ടെമ്പിൽ എന്താണുള്ളത്, ഫസ്റ്റ് അഡ്രസ്സ്. ടെം ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ്. അതിൻ്റെ പ്രീവിയസ്, അതായത് സെക്കൻഡ് നോഡിൻ്റെ പ്രീവിയസിന് നൾ വാല്യൂ സെറ്റ് ചെയ്തു. ഹെഡ് ഇനി മുതൽ സെക്കൻഡ് നോഡാണെന്ന് പറഞ്ഞു. ടെമ്പിൽ നമ്മൾ ഫ്രീ ചെയ്തു. എന്നിട്ട് പുതിയ സ്റ്റാർട്ടിങ് അഡ്രസ്സ് റിട്ടേൺ ചെയ്തു. ഇതാണ് വരുന്നത്. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കുമ്പോൾ നമ്പർ ചോദിച്ചു. മൂന്ന് നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. 10, 20, 30 2-way ലിങ്ക് ലിസ്റ്റ് ആഫ്റ്റർ ഇൻസേർഷൻ. ആഫ്റ്റർ ഇൻസേർഷൻ അല്ല കേട്ടോ, മെസ്സേജ് തെറ്റിപ്പോയതാണ്. ആഫ്റ്റർ ഡിലീഷൻ ഫസ്റ്റ് നോഡിൻ്റെ കണ്ടോ, ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ആയിപ്പോയി. നമുക്ക് ആ മെസ്സേജ് ഒന്ന് കറക്റ്റ് ചെയ്യാം. മെയിൻ ഫംഗ്ഷനിൽ ഓക്കെ റൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 4 നോട്ട്സ് ഉണ്ടാക്കി. ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്ത് പോയി. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം, അതായത് എൻഡിൽ നിന്നുള്ള ഡെലീഷനാണ് നോക്കുന്നത്. സെയിം തിങ് ആണ് ഇവിടെ. ആകെ ഒരു ഡിഫറൻസ്, ഡെൽ എൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തു. മെയിൻ ഫംഗ്ഷനിൽ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം നോഡ് ക്രിയേഷനും ക്രിയേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതും എല്ലാം സെയിം ആണ്. ഇവിടെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഡെൽ എൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽ എൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. പി എന്ന് പറഞ്ഞൊരു പോയിന്ററും ടെമ്പ് എന്ന് പറഞ്ഞൊരു പോയിന്ററും ഡിക്ലെയർ ചെയ്തു. ആസ് ഇൻ ദ പ്രീവിയസ് കേസ് വി ആർ ചെക്കിംഗ് വെദർ ദ ലിങ്ക് ലിസ്റ്റ് ഈസ് എംപ്റ്റി. ഇഫ് ഹെഡ് ഈസ് ഈക്വൽ ടു null then ലിങ്ക് ലിസ്റ്റ് ഈസ് എംപ്റ്റി. and next we are checking whether the linked list contains only a single node. That is, if head dot next equal to null, single node ആണെന്നുണ്ടെങ്കിൽ ടെമ്പിനെ നമ്മൾ ഫ്രീ ആക്കുന്നു. റിട്ടേൺ null. ഇതും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ടെമ്പിൽ നമുക്ക് സ്റ്റാർട്ടിങ് അഡ്രസ്സ്
സ്റ്റോർ ചെയ്യണം അല്ലേ? ടെമ്പിൻ്റെ ഹെഡ് സ്റ്റോർ ചെയ്തു. വൈൽ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ആണ്. നമുക്ക് ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കാണ് വേണ്ടത്. അപ്പോൾ ലൂപ്പ് സെറ്റ് ചെയ്തു. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ്. അപ്പോൾ വൈൽ ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ അഡ്രസ് ഓഫ് ലാസ്റ്റ് നോഡ് ഇൻ ടെമ്പ്. സോ പി ഈക്വൽ ടു ടെമ്പ് ഡോട്ട് പ്രീവിയസ് മീൻസ് ലാസ്റ്റ് നോഡിൻ്റെ പ്രീവിയസ്. ദാറ്റ് മീൻസ് ലാസ്റ്റ് നോഡിൻ്റെ തൊട്ട് മുൻപുള്ള നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ സ്റ്റോർ ചെയ്തു. കാരണം ഇനി അതാണ് ലാസ്റ്റ് നോഡ് ആവാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ നെക്സ്റ്റിൽ നമ്മൾ നൾ സ്റ്റോർ ചെയ്തു. അതായത് ഓൾറെഡി ഇപ്പോൾ ഉള്ള ലിങ്ക് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിൻ്റെ പ്രീവിയസ് നോഡിൽ അതിൻ്റെ നെക്സ്റ്റിൽ നൾ സെറ്റ് ചെയ്തു. ടെമ്പിനെ ഫ്രീ ചെയ്തിട്ട് റിട്ടേൺ അഡ്രസ്സ് നമ്മൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് തിരിച്ച് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആകെ ഒരു സിംഗിൾ നോഡുള്ള ലിങ്ക് ലിസ്റ്റാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കൂ, അത് ഡെലീഷൻ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകും. ഇവിടെ നമുക്ക് മെസ്സേജ് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇനി മൾട്ടിപ്പിൾ നോട്ട്സ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യും കറക്റ്റായിട്ട്. 10, 20, 30, 40 4 നോഡുള്ളൊരു ലിങ്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഡെലീഷന് ശേഷം ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് deleting nodes from beginning and end of a doubly linked list. Okay, hope you understood the concept and you understood the algorithm and program. If you have any suggestions, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ അമർത്തുക so that you will get the notifications of all the new videos. So once again, thank you, and we will see in the next video with circular linked list. Okay, thank you.